ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. ഈ പോകുന്നത് എങ്ങോട്ടാന്നല്ലേ? ഞാൻ ഇന്ന് ആറ്റുകാൽ അമ്പലത്തിലേക്കാണ് പോകുന്നത്. എൻ്റെ ഈ ടോപ്പ് കണ്ടോ? ഇത് ഞാൻ തയ്പ്പിച്ചതാണേ. ജേട്ടൻ ഷർട്ടിനെ എടുത്ത് വെച്ചിരുന്ന തുണിയാണ്. കുറേ നാളുകൊണ്ട് അത് അങ്ങനെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് ഞാനത് എടുത്ത് ടോപ്പ് തയ്ച്ചു. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള എൻ്റെ അഭിപ്രായം ഒന്ന് പറയണേ. അപ്പോൾ ഞാനിന്ന് പോയത് ആറ്റുകാൽ അമ്പലത്തിലേക്കാണ്. അപ്പോൾ അവിടെ ഉത്സവമൊക്കെ തുടങ്ങി. അപ്പം അമ്പലത്തിൽ പോയിട്ട് തൊഴുത് അവിടുന്ന് അന്നദാനമൊക്കെ കഴിച്ചു. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് സാധിച്ചില്ല, കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. അന്നദാനമൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്നാലും കുറേ വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും മോളും ഉണ്ട് കൂടെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പോയി. അത് കഴിഞ്ഞ് സ്റ്റോളിലൊക്കെ കയറണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. പക്ഷെ കുറച്ച് വ്യത്യസ്തമായൊരു സംഭവം ഇന്ന് കണ്ടു കേട്ടോ. നേരത്തെ ഇതുണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ട് പോയി. ആദ്യം കയറിയില്ല, ബാക്കി എല്ലായിടവും കറങ്ങി വന്നിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഞാനിത് പെട്ടെന്ന് ശ്രദ്ധിച്ചത്. അങ്ങോട്ട് പോയി ബോർഡ് കണ്ടു, പക്ഷേ അതത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. കണ്ടോ, കുറേ പെറ്റ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അത് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് തരുമായിരുന്നു. കണ്ടോ, ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അവിടെ ആണെങ്കിൽ ഒരു പൈത്തനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ തോളിലിട്ട് തരും. പക്ഷെ അതെനിക്കൊരു ഭയങ്കര പേടിയായിപ്പോയി. പൈത്തൻ പഠിപ്പിച്ച് തോളിലിടാനൊരു അവസരം കിട്ടി. പക്ഷേ എൻ്റെ പേടി കാരണം ഞാനത് ഇട്ടില്ല. ഓക്കെ, പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആദ്യത്തെ വെച്ചത് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരുന്നു. പക്ഷേ രണ്ടാമത്തത് ചെയ്തപ്പോൾ അവൻ ഇച്ചിരി വെള്ളക്കാരനായിരുന്നു. കണ്ടോ, അതിൻ്റെ ബട്ടൺസിനെ പൊട്ടിക്കാനാണോ നോക്കിയത്. അതിനകത്ത് അവർ പറഞ്ഞു ബട്ടൺസ് ഉണ്ടെങ്കിൽ കടിച്ചു പൊട്ടിക്കും. ഇതിന്റെ കൈയാണ് അത് കാത്തു ഹലോ പറഞ്ഞ പൊന്നോ. നമുക്കൊരു ഹലോ ഒക്കെ തന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് പൈത്തനെ എനിക്ക് എടുക്കാൻ പേടിയായിരുന്നു. പക്ഷെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞാണ് കേട്ടോ. ആ കൊച്ചു കുട്ടി കേട്ടോ, അതിന് പേടിയൊന്നുമില്ല. അതങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞെടുത്തതാണ്. സ്മാർട്ട് വെച്ച് കേട്ടോ, നല്ല ഇതായിട്ടത് പേടിയൊന്നും ഇല്ലാതെ അത് എടുത്ത് കണ്ടോ. നമുക്കാണ് ഇതൊക്കെ ഭയങ്കര പേടി. പിന്നെ അവരവരുടെ കൂടെ ഉള്ളതായതുകൊണ്ട് അവർക്ക് പ്രശ്നം കാണില്ല. ശിവരുദ്ര. ഓക്കെ ഓക്കെ. അപ്പം വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകല്ലേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചാനലിൽ ഇടുന്നുണ്ട്. അത് ഇന്ന് എഡിറ്റ് ചെയ്തിട്ട് വേണം അത് ഇടാൻ. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.